ഹലോ ഗൈസ്, നമ്മൾ ട്രെയിനുകളിൽ കാണുന്ന കോച്ചസിൽ A1, B1, C1, D1, A2, B2, C2 എന്നിങ്ങനെ പല ലെറ്റേഴ്സ് കാണാൻ സാധിക്കും. സത്യത്തിൽ അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. UR അഥവാ GN എന്ന് പറയുന്നത് ജനറൽ കോച്ചാണ്. ഇതിൽ നമുക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ടിക്കറ്റ് എടുത്ത് കയറിപ്പോകാം. S1, S2, S3 എന്ന് പറഞ്ഞ സ്ലീപ്പർ കോച്ചാണ്. ഇതിൽ ടിക്കറ്റ് റിസർവ് ചെയ്തും ചെയ്യാതെയും പോകാം. നമുക്ക് കിടന്നുകൊണ്ട് പോകാൻ സാധിക്കും. A1, A2, A3 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് AC ആണ്. ഇതിൽ മിഡിൽ ബെർത്ത് കാണത്തില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിടന്നുകൊണ്ട് പോകാം. ടിക്കറ്റ് റിസർവേഷൻ ചെയ്യണം. ഇത് നല്ല റേറ്റാണ്. B1, B2, B3 എന്ന് പറയുന്നത് തേർഡ് AC ആണ്. ഇതിൽ മിഡിൽ ബെർത്ത് കാണും. ഇതും ടിക്കറ്റ് റിസർവ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. ഫുൾ AC ആണ്. M1, M2, M3 എന്ന് പറഞ്ഞാൽ AC എക്കണോമിക് ക്ലാസ് ആണ്. ഇത് ഈ ഇടയ്ക്ക് വന്ന ഒരു കോച്ചാണ്. H1, H2, H3 എന്ന് പറയുന്നത് ഫസ്റ്റ് AC ആണ്. ഇതിൽ പ്രൈവറ്റ് ക്യാബിനുകളുണ്ട്. D1, D2, D3 എന്ന് പറഞ്ഞാൽ നമ്മൾ ശതാബ്ദിയിലുള്ള കോച്ചസാണ്. ഇതിനകത്ത് ടിക്കറ്റ് റിസർവ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. ചെയർ കാറാണ്. C1, C2, C3 എന്ന് പറഞ്ഞാൽ AC ചെയർ കാറാണ്. ഇതിനകത്തും ടിക്കറ്റ് റിസർവ് ചെയ്തേ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. E1, E2, E3 എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് AC ചെയർ കാറാണ്. നമ്മുടെ വന്ദേ ഭാരത് പോലത്തുള്ള കോച്ചസ്. HA1, HA2, HA3 എന്ന് പറയുന്ന ഫസ്റ്റ് ACയുമാണ്, സെക്കൻഡ് AC യുമാണ്. ഇതിനിടയിലുള്ള കോച്ചസാണ്. ഓക്കെ.